ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ടു റീച്ച് ദി അൺറീച്ച് ഈഡൻ TV നടത്തുന്ന ഈ ശാബത്ത് സ്കൂൾ പഠനത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമുക്ക് പഠിക്കേണ്ടുന്നത് 9ാമത്തെ പാഠമാണ്. പാപം, സുവിശേഷം, ന്യായപ്രമാണം എന്നതാണ് അതിൻ്റെ തലവാചകം. എൻ്റെ മനഃപ്പാഠവാക്യം: ഞാൻ ഒരു നാളും നിന്റെ പ്രമാണങ്ങളെ മറക്കയില്ല, അവയെ കൊണ്ടല്ലോ നീ എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത്. ഞാൻ നിനക്കുള്ളവനത്രേ, എന്നെ രക്ഷിക്കണമേ, ഞാൻ നിന്റെ പ്രമാണങ്ങളെ അന്വേഷിക്കുന്നു. സങ്കീർത്തനങ്ങൾ 119:9, 93, 94 എന്നുള്ളതാണ്. അപ്പം നാം ഈ ആഴ്ച പഠിക്കുന്നത് പാപത്തെക്കുറിച്ച്, സുവിശേഷത്തെക്കുറിച്ച്, ന്യായപ്രമാണത്തെക്കുറിച്ച്. നമ്മൾ ആമുഖമായി ചിന്തിക്കുമ്പോൾ പാപം ഇന്ന് ലോകത്ത് സർവ്വസാധാരണയായിരിക്കും. അതൊരു പാപമല്ലാത്ത വിധം, അല്ലെങ്കിൽ പാപം ചെയ്യുമ്പോൾ അതിൻ്റെ തീവ്രമായ ഫലം എന്താണെന്നോ, അല്ലെങ്കിൽ ആ പാപത്തിന് അനുഭവിക്കാൻ പോകുന്ന കഷ്ടത എന്താണെന്നോ ചിന്തിക്കാതെ ആ പാപത്തെ ലഘൂകരിക്കുന്ന ഒരു തരത്തിലാണ് ഇന്ന് ലോകം ജീവിക്കുന്നത്. ദൈവത്തിൻ്റെ മക്കളായ നാം മനസ്സിലാക്കേണ്ടത്, നമ്മെയും ദൈവത്തെയും തമ്മിൽ വേർപെടുത്തുന്ന ഘടകം എന്ന് പറയുന്നത് പാപമാണ്. നമുക്ക് ദൈവത്തിൻ്റെ അടുത്തേക്ക് കടന്നു ചെല്ലുന്നതിൽ, അല്ലെങ്കിൽ ദൈവത്തിന് നമ്മുടെ അടുത്തേക്ക് കടന്നു വരുന്നതിൽ തടസ്സം ഏത് എന്ന് ചോദിച്ചാൽ പാപമാണ്. ആ പാപത്തെയാണ് ഇന്ന് ലഘൂകരിക്കുന്നത്. പാപത്തെ പാപമെന്ന് വിളിക്കുവാൻ ഭയപ്പെടുന്ന ഒരു ക്രൈസ്തവ ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ഈ മറ്റ് ലൗകികമായ ലോകത്തിന്റെ കാര്യത്തോടൊപ്പം തന്നെ ഇന്ന് ക്രൈസ്തവ ലോകത്തിൽ പോലും, ദൈവത്തിന്റെ മക്കളുടെ ഇടയിൽ പോലും പാപത്തെ പാപമെന്ന് വിളിക്കുവാൻ ഭയപ്പെടുന്നു. ഒരുപക്ഷെ നാം പാപത്തെ പാപമെന്ന് വിളിക്കുമ്പോൾ അത് മറ്റൊരാൾക്ക് വേദനയുണ്ടാകുമോ എന്ന ഭയമായിരിക്കാം. അതല്ലെങ്കിൽ മറ്റൊരാൾക്ക് നമ്മോടുള്ള ഇഷ്ടത്തിന് കുറവുണ്ടാകുമോ എന്ന ഒരു ചിന്തയായിരിക്കാം. എന്ത് തന്നെയായാലും നാം പാപത്തെ അത് ആ അർത്ഥത്തിൽ തന്നെ കാണുകയും നാമും ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് തടസ്സം സൃഷ്ടിക്കുന്നതാണ് പാപം എന്ന് മനസ്സിലാക്കുകയും വേണം. അതോടൊപ്പം തന്നെ അത് നാം ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല എന്ന് നാം മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരോടും അത് പറഞ്ഞു കൊടുക്കേണ്ടിയിരിക്കും. അപ്പോൾ പാപത്തിൻ്റെ ഗൗരവം എന്താണെന്നും അതിൻ്റെ ഫലത്തിൻ്റെ തീവ്രത എന്താണ് എന്നും, പാപം നമ്മെ നശിപ്പിക്കും, നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുക മാത്രമല്ല, അത് ആത്യന്തികമായി ചെയ്യുന്നത് നമ്മെ നാശത്തിലേക്ക് കൊണ്ടുപോവുകയാണ് പാപം ചെയ്യുന്നത് എന്ന ബോധ്യവും നമുക്കുണ്ടായിരിക്കണം. ഇത് നമുക്ക് മാത്രം ഉണ്ടായാൽ പോരാ, മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കണം. അപ്പോൾ നാം ഈ ആഴ്ച പഠിക്കുന്നത് എന്തുകൊണ്ട് നാം പാപത്തെ പാപം എന്ന് തന്നെ വിളിക്കണം, അതിൻ്റെ തീവ്രത നാം മനസ്സിലാക്കണം, ന്യായപ്രമാണം എന്തിനാണ് നമുക്ക് ലഭ്യമാക്കിയിട്ടുള്ളത്, അതിൻ്റെ ലക്ഷ്യം എന്താണ്, സുവിശേഷവുമായിട്ടുള്ള ബന്ധം എന്താണ്, ഈ കാര്യങ്ങളൊക്കെയാണ് നാം ഈ ആഴ്ച ചിന്തിക്കുന്നത്. ഒരിക്കൽ കൂടി എല്ലാ ദൈവമക്കൾക്കും ഈ പാഠഭാഗത്തിലേക്ക് ദൈവനാമത്തിൽ സ്വാഗതം ചെയ്തോളൂ. ഉത്കണ്ഠകളും പ്രലോഭനങ്ങളും ഞായറാഴ്ച പാഠഭാഗമാണ്. അപ്പം ഇവിടെ പറയുന്നത്, നമുക്കറിയാം, സ്വർഗത്തിൽ തുടങ്ങിയ വൻ പോരാട്ടം ഇന്ന് ഭൂമിയിലുണ്ട്. അത് നിലനിൽക്കണം, അത് യാഥാർത്ഥ്യമാണ്. അതിൽ നാം എല്ലാവരും ഉൾപ്പെടുന്നുണ്ട്. ദൈവത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്നവർ, ദൈവത്തിൻ്റെ മക്കളായി നിൽക്കുന്നവർ, സാത്താൻ്റെ ഭാഗത്ത് നിൽക്കുന്നവർ. അപ്പം എപ്പോഴും ഈ വൻ പോരാട്ടത്തിൻ്റെ ഒരു ഭാഗമെന്ന് പറയുന്നത് ദൈവമാണ്. അപ്പം ദൈവത്തോടൊപ്പം നിൽക്കുന്നവർക്കും സാത്താനോടൊപ്പം നിൽക്കുന്നവർക്കും തമ്മിൽ ഒരിക്കലും ചേരാൻ പറ്റാത്ത വിധത്തിൽ, അല്ലെങ്കിൽ അംഗീകരിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നത്. അപ്പം വൻ പോരാട്ടം ഒരു യാഥാർത്ഥ്യമാണ്. അതിൽ നാം എല്ലാവരും അതിൻ്റെ ഭാഗങ്ങളാണ്. അപ്പം ഈ വൻ പോരാട്ടം നടക്കുമ്പോൾ ഈ കർത്താവായ യേശുക്രിസ്തു നമ്മെ ചേർക്കുവാൻ വേണ്ടി വരുന്നതിന് മുൻപ് സാത്താൻ എന്ത് ചെയ്യും? സാത്താന്റെ എല്ലാ തന്ത്രങ്ങളും ഉപയോഗിക്കും. ഈ ഭൂമിയിൽ തന്നോടൊപ്പം, അല്ലെങ്കിൽ ദൈവത്തിന്റെ പക്ഷത്ത് നിൽക്കുന്ന ആൾക്കാരെ തന്നോടൊപ്പം ചേർക്കുവാൻ വേണ്ടി കർത്താവായ യേശുക്രിസ്തു വരുന്നതിന് മുൻപ് സാത്താൻ തൻ്റെ പരീക്ഷണശാലയിലുള്ള സകല തന്ത്രങ്ങളും എന്ത് ചെയ്യും? ഉപയോഗിക്കും. അപ്പം നാം ഇന്ന് പോകുന്നത് പോലെ അലസമായി നമുക്ക് അങ്ങോട്ട് ജീവിക്കാൻ പറ്റാത്ത, നാളെ ഇന്ന് കഴിഞ്ഞു, നാളെയും കഴിയും, മറ്റന്നാളും കഴിയും എന്ന് വളരെ ലാഘവത്തോടി ചിന്തിച്ചു പോകുന്ന കാലഘട്ടത്തിലേക്കല്ല നാം എത്തിയിരിക്കുന്നത്. മറിച്ച്
വളരെ ഗൗരവപരമായി ഈ വൻ പോരാട്ടത്തെക്കുറിച്ച് ചിന്തിക്കുകയും വൻ പോരാട്ടത്തിന്റെ അവസ്ഥകളെക്കുറിച്ച് പഠിക്കുകയും അതിൽ നിന്ന് വേറിട്ട് ജീവിക്കുവാൻ, അല്ലെങ്കിൽ ആ വൻ പോരാട്ടത്തിന്റെ സാത്താന്റെ ഭാഗത്ത് വീണു പോകാതിരിക്കുവാനുള്ള തയ്യാറെടുപ്പോടുകൂടി ജീവിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. സാത്താൻ അങ്ങനെയാണ്. സാത്താന്റെ എല്ലാ തന്ത്രങ്ങളും സാത്താൻ ഇപ്പം പ്രയോഗിക്കുന്നുണ്ട്. ഒരു പക്ഷേ സാത്താൻ കൊണ്ടുവരുന്ന തന്ത്രങ്ങൾ നമുക്കത് തെറ്റായി തോന്നുന്നില്ല എന്നതാണ് ഏറ്റവും വലിയൊരു ഭയാനകമായ അവസ്ഥ. അല്ലെങ്കിൽ സാത്താൻ നമ്മെ ഓരോരുത്തരെയും പാപം ചെയ്യുവാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം, അല്ലെങ്കിൽ അതിലേക്ക് കൊണ്ടുവന്ന പ്രവർത്തനങ്ങൾ ഒരിക്കലും നമുക്ക് തെറ്റാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്തതാണ് ഏറ്റവും അപകടകരമായ, ഈ കാലഘട്ടത്തിൽ ഏറ്റവും അപകടകരമായ കാര്യം. പലപ്പോഴും നാം വിചാരിക്കുന്നത് അതിലെന്ത് തെറ്റാണ്, അതിലെന്ത് തെറ്റാണുള്ളത് നാം നമ്മോട് തന്നെ ചോദിക്കുന്നു. പലപ്പോഴും നാം ചെയ്തു പോകുന്ന തെറ്റുകളിൽ സാത്താൻ നമ്മെ പ്രേരിപ്പിക്കുന്ന പ്രലോഭനങ്ങളിൽ, തെറ്റുകളിൽ വീണു പോകുമ്പോൾ നമുക്ക് ഒരുപാട് ന്യായീകരണങ്ങൾ കണ്ടെത്താൻ കഴിയുന്നു. അതിൽ നമുക്ക് ഒരു തെറ്റും കണ്ടെത്താൻ കഴിയുന്നില്ല. അത് ഏറ്റവും വലിയ അപകടകരമാണ്. ഇവിടെ സാത്താൻ, കർത്താവ് യേശുക്രിസ്തു വരുന്നതിന് മുൻപ് സാത്താന്റെ കയ്യിലെ എല്ലാ തന്ത്രങ്ങളും ഉപയോഗിക്കും. എന്തിനു വേണ്ടി? വൻ പോരാട്ടത്തിന്റെ ഭാഗമായി തൻ്റെ ഭാഗത്ത് ജനങ്ങളെ ചേർക്കുവാൻ വേണ്ടി. ആ പോരാട്ടത്തിന്റെ ഭാഗമായി ദൈവത്തോട് കൂടുതൽ സമയം ചെലവഴിക്കുന്നതായ, അതായത് ദൈവത്തോട് അടുത്ത് ജീവിക്കുന്നതായ ദൈവത്തിന്റെ മക്കളെ എന്ത് ചെയ്യണം? അതിൽ നിന്നും വേർപെടുത്തണം. നാം ദൈവത്തോട് കൂടുതൽ സമയം ചെലവഴിക്കുന്നെങ്കിൽ സാത്താൻ ആഗ്രഹിക്കുന്നത് ഇനി മുതൽ അവൻ ദൈവത്തോട് കൂടുതൽ സമയം ചെലവഴിക്കണ്ട. അവൻ എന്ത് ചെയ്യാം? ആ സമയം മറ്റെന്തെങ്കിലും എന്ത് ചെയ്യാം? അവനെ ഉൾപ്പെടുത്താം. ഇതാണ് സംഭവിക്കുന്നത്. ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അവന് കളിയോട് താല്പര്യമുള്ളവനായിരിക്കും, ഏതെങ്കിലും ഗെയിംസിനോട്. അവൻ എന്ത് ചെയ്യും? ദൈവത്തോട് ദൈവവചനം വായിക്കേണ്ടുന്ന സമയത്ത്, ദൈവത്തോട് സംസാരിക്കേണ്ടുന്ന സമയത്ത്, ദൈവം സംസാരിക്കുന്നത് തിരിച്ച് കേൾക്കേണ്ടുന്ന സമയത്ത് ഇവൻ എന്ത് ചെയ്യും? കളിക്കാൻ പറ്റും. കളിയും കായികവും വിനോദവും ഒക്കെ നമുക്ക് അനുവദിച്ചിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ എന്താണ്? എല്ലാത്തിനും ഉപരി ദൈവത്തോടൊപ്പം നമ്മൾ ആയിരിക്കണം എന്നുള്ളതാണ്. സാത്താൻ അവിടെയാണ് തടസ്സം വെക്കുന്നത്. നീ ദൈവത്തോടൊപ്പം ആയിരിക്കേണ്ട സമയത്ത് നീ എന്ത് ചെയ്യണം? മൊബൈൽ കാണാം, നിനക്ക് സിനിമ കാണാം, കൂട്ടുകാരോടൊത്ത് വെറുതെ ചെലവഴിക്കാം, നിനക്ക് ഇഷ്ടപ്പെട്ട വിനോദങ്ങൾ കാണാം, വിനോദങ്ങളിൽ ഏർപ്പെടാം. സ്വാഭാവികമായും പ്രത്യക്ഷത്തിൽ നാം നോക്കുമ്പോൾ ഇതിലൊന്നും ഒരു തെറ്റും നമ്മൾ കാണുന്നില്ല. ഒരു കുട്ടി കളിക്കാൻ പോകുന്നു, നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ? അല്പനേരം മൊബൈൽ കാണുന്നു, അറിവ് സമ്പാദിക്കാൻ വേണ്ടി, കുറ്റം പറയാൻ കഴിയുമോ? പക്ഷേ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ദിവസത്തിലെ 24 മണിക്കൂറിൽ നാം എത്ര സമയമാണോ നമ്മെ സൃഷ്ടിച്ച് നിർമ്മിച്ച് പരിപാലിച്ച് കൊണ്ടുപോകുന്നതായ ഈ നിമിഷം വരെയും നമ്മൾ ഞാൻ സംസാരിക്കുകയും നമ്മളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്തും നമ്മെ താങ്ങി നടത്തുന്നതായ ദൈവത്തിന് വേണ്ടി ഒരു ദിവസത്തിലെ 24 മണിക്കൂറിൽ എത്ര സമയമാണ് ഞാൻ ചെലവഴിക്കുന്നത് എന്നൊരു പരിശോധന നമ്മൾ നടത്തണം. അതിന്റെ സമയമാണ്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത്, ഗൗരവകരമായി ചിന്തിക്കേണ്ട കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അലസമായി ഇന്ന് കടന്നുപോയി നാളെയും കടന്നു പോകും എന്ന് ചിന്തിക്കേണ്ട കാര്യത്തിലല്ല, എന്ന ചിന്തയിലല്ല നമ്മൾ പോകേണ്ടത്. മറിച്ച് ഞാൻ എൻ്റെ ദൈവത്തോടൊപ്പം എത്ര സമയം ചിലവഴിക്കുന്നു, അതോ ഞാൻ സാത്താൻ കൊണ്ടുവരുന്നതായ പ്രലോഭനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് വീണുപോയിട്ട് ദൈവത്തോടൊപ്പം ചിലവഴിക്കേണ്ട സമയം നാം മറ്റു പലതിലും ചെലവഴിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. പലപ്പോഴും നമുക്കൊക്കെ അറിയാം, ദൈവത്തിന്റെ ഒരു വേലയുടെ ഭാഗമാകാൻ ഒരാളെ ക്ഷണിച്ചാൽ നമ്മൾ എന്താ പറയുന്നത്? സമയമില്ല, എനിക്ക് സമയം ഇല്ല എന്നുള്ളതാണ്. നോക്കൂ, നാം മാറി ഇന്നൊരല്പം ചിന്തിച്ചു നോക്കൂ. ദൈവം നമുക്ക് എത്രയോ സൗകര്യങ്ങൾ നൽകിയിരിക്കുന്നു. ദൈവത്തിന്റെ വേലയുടെ ഭാഗമാകാൻ നാം പറയുന്നത്, ആ സൗകര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുമ്പോൾ, അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടപ്പോൾ നമുക്ക് ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി സമയം കണ്ടെത്താൻ കഴിയുന്നില്ല. അതൊരു അപകടകരമാണ്. പക്ഷെ അത് തെറ്റാണ്, അത് പാപമാണ്, അല്ലെങ്കിൽ അത് ദൈവത്തിന്റെ ഹിതത്തിന് എതിരാണ് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയാത്തതാണ് അതിനേക്കാൾ വലിയ അപകടം. ഈ കാലഘട്ടത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയം, പാപത്തെ പാപമായി കാണുവാൻ നമുക്ക് കഴിയുന്നില്ല. പാപം അപകടകരമാണ്. അതിനേക്കാൾ വലിയ പാപമാണ് പാപത്തെ പാപമായി എനിക്ക് കാണാൻ കഴിയുന്നില്ലല്ലോ എന്നത്. ഇവിടെ സാത്താൻ അന്ത്യകാലത്ത് ദൈവത്തോടൊപ്പം ജീവിക്കുന്നതായ, ദൈവത്തോടൊപ്പം അടുത്തിടപഴകുന്നതായ, ദൈവത്തോട് സംസാരിക്കുന്നതായ, ദൈവം സംസാരിക്കുന്നതായ,
ദൈവത്തിൻ്റെ മക്കളെ ദൈവത്തിൽ നിന്നും മാറ്റി, അല്ലെങ്കിൽ ദൈവത്തോടൊപ്പം സമയം ചെലവഴിക്കുന്നതിൽ നിന്നും മാറ്റി ആ സമയം എന്ത് ചെയ്യുന്നു? വേറെ കാര്യങ്ങളിൽ അവരെ വ്യാപൃതരാക്കുന്നു. ചിലപ്പോൾ തെറ്റൊന്നും ആയിരിക്കില്ല ചെയ്യുന്നത്, പക്ഷേ ഇവിടെ നിന്ന് എന്ത് ചെയ്തു? പതുക്കെ കട്ട് ചെയ്തു, അങ്ങോട്ട് മാറ്റി. വളരെ തന്ത്രപൂർവമാണ് അത്. ദൈവത്തിൽ നിന്നും അകറ്റുവാനുള്ള ബോധപൂർവമായ സാത്താന്റെ ശ്രമമാണ് എന്ന് മനസ്സിലാക്കണം. നാം ദൈവത്തോടൊപ്പം ചെലവഴിക്കേണ്ട സമയങ്ങളിൽ നിന്നും നമ്മെ മാറ്റി ഏതൊക്കെ മേഖലകളിൽ നമ്മെ വ്യാപൃതരാക്കുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം എന്നാണ് ഈ പാഠഭാഗത്തിന്റെ ആദ്യ ഭാഗത്ത് പറയുന്നത്. താഴേക്ക് വരുമ്പം പറയുന്നതും കർത്താവായ യേശുക്രിസ്തു എന്ത് ചെയ്തു? ഈ വേദനകളൊക്കെ തന്നെ, ഉത്കണ്ഠയും വേദനകളൊക്കെ തന്നെ അനുഭവിച്ചൊരു മനുഷ്യനാണ്. നമ്മുടെ നമുക്കുണ്ടായിരുന്ന ബലഹീനതയൊക്കെ കർത്താവ് യേശുക്രിസ്തുവിനുണ്ട്. പക്ഷേ അങ്ങനെ ഈ ഉത്കണ്ഠകളും വേദനകളൊക്കെ അനുഭവിച്ചപ്പോൾ കർത്താവായ യേശുക്രിസ്തു എങ്ങനെയാണ് അതിനെ മറികടന്നെന്ന് ചോദിച്ചാൽ, ദൈവത്തോടൊപ്പം സമയം ചെലവഴിച്ചു. സ്വന്തമായി മറികടക്കാൻ നമുക്ക് ആർക്കും ശക്തിയില്ല. കർത്താവായ യേശുക്രിസ്തു എന്ത് ചെയ്തു? ഒറ്റയ്ക്ക് പോയിരുന്ന് പിതാവിനോട് പ്രാർത്ഥിച്ചു. നമുക്കൊന്ന് മാതൃകയാക്കാം. നമ്മുടെ ജീവിതത്തിൽ പ്രലോഭനങ്ങൾ വരുമ്പോൾ, ഉത്കണ്ഠകൾ വരുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ പാപിയാണ്, അല്ലെങ്കിൽ എന്നെ ഒരിക്കലും ക്ഷമിക്കുകയില്ല എന്ന് തോന്നുന്നു നമുക്ക് വരുമ്പോൾ, സാത്താൻ നമ്മുടെ മനസ്സിൽ പറയുന്നു, നീ ഇനി ഒരു കാലത്തും രക്ഷപ്പെടാൻ പോകുന്നില്ല, നീ ഇനി എത്ര ഏറ്റു പറഞ്ഞാൽ എന്ത് ചെയ്യില്ല, ദൈവം ക്ഷമിക്കുകയില്ല എന്ന് നമ്മുടെ മനസ്സിൽ പറയുമ്പോൾ, നമുക്ക് അങ്ങനെ വ്യാകുലതകളും ഉത്കണ്ഠകളും ഉണ്ടാകുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ മാതൃക എന്ന് പറയുമ്പോൾ കർത്താവായ യേശുക്രിസ്തു ഒറ്റയ്ക്ക് തൻ്റെ പിതാവിനോട് ഒപ്പം, അല്ലെങ്കിൽ പിതാവിനോട് സംസാരിച്ചതുപോലെ നമുക്ക് നമ്മുടെ ദൈവത്തോട് എന്ത് ചെയ്യാൻ കഴിയും? സംസാരിക്കാൻ കഴിയും. പ്രലോഭനങ്ങൾ നമ്മുടെ മുൻപിൽ വരുമ്പോൾ, ഒരുപക്ഷെ ഞാൻ എൻ്റെ ജീവിതത്തിൽ വഴിതെറ്റിയാണ് സഞ്ചരിക്കുന്ന എന്നൊരു ബോധ്യം നമുക്കുണ്ടാകുമ്പോൾ, ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോൾ, എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ എല്ലാ സുഖ സൗകര്യങ്ങളും തന്നപ്പോൾ ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി ഒരല്പം സമയം മാറ്റിവെക്കുവാൻ സമയമില്ല എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ദൈവത്തോട് നമുക്ക് ആലോചനകൾ ചോദിക്കാം. കർത്താവ് യേശുക്രിസ്തു മാതൃക അത് തന്നെയാണ്. ദൈവത്തോടൊപ്പം സമയം ചെലവഴിച്ചു. മറ്റൊരു വിശുദ്ധ വേദപുസ്തകത്തിലെ ഒരു വ്യക്തിയെക്കുറിച്ച് നമുക്ക് പറയുന്നത് ശിംശോൻ ദൈവത്തിന്റെ ആലയത്തിൽ ആരാധനയ്ക്ക് പങ്കുകൊണ്ടിരുന്ന വ്യക്തിയാണ്. യാഗങ്ങളിലൊക്കെയും പങ്കെടുത്ത വ്യക്തിയാണ്. ദൈവത്തിന്റെ ആരാധനകളിൽ പങ്കെടുക്കുകയും ദൈവത്തിന്റെ ആലയത്തിൽ വരികയും ദൈവത്തിന്റെ വചനങ്ങളൊക്കെ പ്രമാണിക്കുകയും ചെയ്തിരുന്ന വ്യക്തിയായ ശിംശോൻ പ്രലോഭനത്തിന് അടിമപ്പെട്ടു പോയി. സ്വന്തം ശക്തിയിൽ ആശ്രയിച്ചു. എന്ത് ചെയ്തു? നശിച്ചുപോയി. ദൈവം ശിംശോനെ നിർമ്മിക്കുന്നത് ഒരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടിയായിരുന്നു. ദൈവം ആ ലക്ഷ്യത്തിന് വേണ്ടി ശിംശോനെ വളർത്തി, മാതാപിതാക്കളോട് ഉപദേശം കൊടുത്തു, ശിംശോനെ വളർത്തി. അങ്ങനെ കൊണ്ടുവന്നപ്പോൾ ശിംശോൻ ദൈവത്തിന്റെ വേലയോടൊപ്പം ഉണ്ടായിരുന്നു. പക്ഷേ പ്രലോഭനങ്ങൾക്ക് അടിമപ്പെട്ടു പോയി ശിംശോൻ. അത് ശിംശോന്റെ നാശത്തിന് കാരണമായി. നാം നമ്മെക്കുറിച്ച് ശോധന ചെയ്യുമ്പോൾ, നാം ദൈവത്തിന്റെ ആലയത്തിൽ പോകുന്നു, കാണിക്കകൾ കൊടുക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഭവനാരാധനകൾ പങ്കെടുക്കുന്നു, പൊതുയോഗങ്ങളിൽ പങ്കെടുക്കുന്നു, പരസ്യയോഗങ്ങളിൽ പങ്കെടുക്കുന്നു. പക്ഷേ നാം ഏതെങ്കിലും പ്രലോഭനങ്ങൾക്ക് അടിമപ്പെട്ട് പാപത്തിലാണോ ജീവിക്കുന്നത് എന്ന് കൂടെ നമ്മൾ ചിന്തിക്കണം. ഈ പാഠം ഇവിടെ സംസാരിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളൊക്കെയും നമ്മളൊക്കെ ചിന്തിക്കേണ്ടത്, നമ്മളൊക്കെ ദിവസവും എല്ലാ ആഴ്ചകളിലും പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, 3 നേരം അല്ലെങ്കിൽ 4 നേരം 2 നേരം പ്രാർത്ഥിക്കുന്നു, സുവിശേഷം മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുന്നു, മറ്റ് എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കുന്നു. പക്ഷേ ഞാൻ ഏതെങ്കിലും പ്രലോഭനങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന വ്യക്തിയാണോ എന്ന് ചിന്തിക്കണം. അങ്ങനെ അടിമപ്പെട്ട് ജീവിക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ ആരാധനകളും പ്രാർത്ഥനകളും പാട്ടും ഒക്കെ അവിടെ നിൽക്കും. നാം നാശത്തിലേക്കാണ് പോകുന്നത് എന്ന തിരിച്ചറിവ് കൂടെ ശിംശോന്റെ ജീവിതം നമുക്ക് പറഞ്ഞു തരുന്നു എന്നുള്ളതാണ് ഈ ഞായറാഴ്ച ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ദൈവവുമായുള്ള എൻ്റെ ബന്ധത്തിലെ ശക്തി കേന്ദ്രങ്ങൾ ഏതൊക്കെ? വളരെ ലഘുവായിട്ട്, വളരെ വളരെ സിമ്പിളായിട്ട് ആ പാഠഭാഗം അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ദൈവവുമായുള്ള എൻ്റെ ബന്ധത്തിലെ ശക്തി കേന്ദ്രങ്ങൾ. ഇവിടെ പറയുന്നത് ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തെക്കുറിച്ചും ക്രിസ്തുവിൽ വളരുന്നതിൽ നിന്ന് നമ്മെ തടയുന്ന തടസ്സങ്ങളെക്കുറിച്ചും സംസാരിക്കുന്ന നിരവധി ദൂതുകൾ വേദപുസ്തകത്തിൽ. അതായത് ദൈവവുമായി നമുക്ക് എങ്ങനെയാണ് ബന്ധം സ്ഥാപിക്കാൻ കഴിയുക, ദൈവവുമായുള്ള നമ്മളെ ബന്ധം ഏതൊക്കെ കാരണത്താൽ വേർപെട്ടു പോകും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്. ഇന്ന് പൗലോസ് പറയുന്ന കുറച്ച് കാര്യം നമുക്ക് നോക്കാം. അപ്പം ദൈവവുമായി അടുപ്പിക്കുന്ന കാര്യങ്ങളും വേദപുസ്തകത്തിലുണ്ട്,
ദൈവവുമായി നമ്മെ അകറ്റുന്ന കാര്യങ്ങളും വേദപുസ്തകത്തിൽ ഉണ്ട്. നമുക്ക് നോക്കാം എന്താണ് എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നത് നാം നമ്മിൽ തന്നെ ആശ്രയിക്കാതിരിക്കണം. കർത്താവായ യേശുക്രിസ്തു നേരത്തെ പറഞ്ഞ ഉത്കണ്ഠകളും പ്രലോഭനങ്ങളൊക്കെ ഉണ്ടായപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന് വേണമെങ്കിൽ ദൈവത്തിന് സമനായി ദൈവമായിരുന്ന കർത്താവായ യേശുക്രിസ്തുവിന് വേണമെങ്കിൽ സ്വന്തം ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് ആ പ്രലോഭനങ്ങളെയും ആ പരീക്ഷണങ്ങളെയും അതിജീവിച്ചു പോകാൻ പറ്റും. പക്ഷേ കർത്താവായ യേശുക്രിസ്തു എന്താ ചെയ്തത്? നമ്മൾ പല സ്ഥലത്തും കർത്താവായ യേശുക്രിസ്തു ഏകനായി ദൈവത്തോടൊപ്പം പ്രാർത്ഥിച്ച അവരെ ഒട്ടനേകം അനുഭവങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്കുണ്ട്. നമുക്കൊരു മാതൃകയാണ്. ഇവിടെ പറയുന്നത് പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എന്താണ്? ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ, ഞാൻ സമർത്ഥനാണ് എന്ന് തോന്നുന്നവൻ, എനിക്ക് നിൽക്കാൻ കഴിയും എന്ന് തോന്നുന്നവൻ, അവനോടാണ് പറയുന്നത് പൗലോസ്. അവരോടാണ് പറയുന്നത് വീഴാതിരിപ്പാൻ ചെയ്യണം, നോക്കിക്കൊള്ളണം. ആത്മവിശ്വാസമുള്ള, നമുക്ക് ആത്മവിശ്വാസം നല്ലതാണ്. പക്ഷെ അമിതമായ ആത്മവിശ്വാസമാണെങ്കിലോ, ശിംശോൻ അതായിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാം ചെയ്യാൻ കഴിയും എനിക്ക്, നിസ്സാരം. പക്ഷെ അവസാനം എന്ത് ചെയ്തു? അനേകം ഫെലിസ്ത്യരെ കൊന്നതായ ശിംശോൻ അതേ ഫെലിസ്ത്യരുടെ മുൻപിൽ ഒരു പരിഹാസപാത്രമായി നിൽക്കേണ്ടി വന്നു എന്നുള്ളതും ചരിത്രമാണ്. അനേകം ഫെലിസ്ത്യരെ ശിംശോൻ കൊന്നു. ശിംശോന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ഫെലിസ്ത്യർ പേടിച്ച് വിറച്ചു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ഒരു കാരണത്താലും ശിംശോനെ തോൽപ്പിക്കാൻ പറ്റില്ല, അമാനുഷിക ശക്തിയുള്ള വ്യക്തി എന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെയുള്ള ശിംശോൻ അവരുടെ മുൻപിലൊരു പരിഹാസപാത്രമായി, കൂക്കി വിളിയേറ്റ് പരിഹാസങ്ങളേറ്റ് ഒരു പരിഹാസപാത്രമായി മാറി എന്നുള്ളതും നമ്മുടെ മുൻപിൽ ചരിത്രമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, എന്താണ് പറയുന്നത്? ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ, അവിടെ തോന്നലാണ്, എന്ത് ചെയ്യും? വീഴാതിരിപ്പാൻ നോക്കണം. ഞാൻ പ്രാർത്ഥിക്കുന്നവനാണ്, ഞാൻ പാട്ടുപാടുന്നവനാണ്, ഞാൻ ദൈവത്തിന്റെ ആലയത്തിൽ പോകുന്നവനാണ്, ഞാൻ നിൽക്കുന്നവനാണ്, ഞാൻ ഉറച്ചു നിൽക്കുന്നവനാണ് എന്ന ഒരു തോന്നൽ നമുക്കുണ്ടെങ്കിൽ, എനിക്കോ നിങ്ങൾക്കോ ഉണ്ടെങ്കിൽ, നമ്മോടാണ് പറയുന്നത് വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളു. അതാണ് ആദ്യം പറയുന്നത്. നിങ്ങൾ വീഴാതിരിപ്പാൻ, നിങ്ങൾക്ക് അങ്ങനെ തോന്നലുണ്ട് എങ്കിൽ, ഞാൻ നിൽക്കുന്നവനാണ് എന്ന തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ വീഴാതിരിപ്പാൻ നോക്കണം. രണ്ടാമത്തെ പറയുന്നത് പോലെ, കപടഭക്തിക്കാർ ചെയ്യുന്നത് പോലെ നിന്റെ മുൻപിൽ കാഹളം ഊതിക്കരുത്, അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി. അല്ലെ? കപടഭക്തിക്കാർ ചെയ്യുന്നത് പോലെ ഞാൻ ഭയങ്കര സംഭവമാണ്, ഞാൻ താഴ്മയുള്ളവനാണ്, ഞാൻ വിനയമുള്ളവനാണ്, ഞാൻ ഈ പ്രവൃത്തി ചെയ്യുന്നു, ആ പ്രവൃത്തി ചെയ്യുന്നു, മറ്റേത് ഇതൊക്കെ നമ്മൾ വിളിച്ചു പറയും. നാം നമ്മെ തന്നെ എന്ത് ചെയ്യും? ഉയർത്തി അങ്ങ് പോകും. പലപ്പോഴും ചില ആൾക്കാർ പറയുന്നതാകാം, നാം നമ്മെ ഉയർത്തി പറഞ്ഞില്ലെങ്കിൽ പിന്നെ മറ്റാരും നമ്മെ കുറിച്ച് പറയുമെന്നാണ്. എന്നാൽ വിശുദ്ധ വേദപുസ്തകം നമ്മെ പറയുന്നത്, കർത്താവ് യേശുക്രിസ്തുവിനെ പോലെ താഴ്മയുള്ളവനായിരിക്കണം എപ്പോഴും. നാം നമ്മെ പറ്റി തന്നെ പുകഴ്ച പറയരുത്. നമുക്ക് പുകഴ്ച പറയാൻ ഒന്നുമില്ലല്ലോ. നമുക്ക് നമ്മെക്കുറിച്ച് പുകഴ്ച പറയാൻ എന്താണ് ഉള്ളത്? ദൈവം തന്ന ദാനങ്ങളല്ലാതെ നമുക്ക് നമ്മെക്കുറിച്ച് പറയാൻ എന്ത് പുകഴ്ചയാണുള്ളത്? ഒന്നുമില്ല. അപ്പോൾ നാം നമ്മെക്കുറിച്ച് എന്ത് ചെയ്യരുത്? പുകഴ്ച പറയരുത്. കപടഭക്തിക്കാരെ പോലെ അവരെന്ത് ചെയ്യുന്നു? മറ്റുള്ളവരെ കൊണ്ട് അങ്ങ് അവരെന്ത് ചെയ്യുന്നു? സ്വയം പുകഴ്ത്തി പറയുകയാണ്. നിന്റെ മുൻപിൽ കാഹളം ഊതിക്കരുത് എന്ന് പറഞ്ഞാൽ നീ എന്ത് ചെയ്യരുത്? നിന്നെക്കുറിച്ച് മറ്റുള്ളവരെ വിട്ട് നിന്നെക്കുറിച്ച് പുകഴ്ത്തി പറയരുത്. നീ മറ്റുള്ളവരുടെ മുൻപിൽ നിന്റെ പുകഴ്ചയെക്കുറിച്ച് സംസാരിക്കരുത്. നീ അത് ചെയ്യുന്നു, നീ ഇത് ചെയ്യുന്നു പറയരുത്. നീ ഏറ്റവും താഴ്മയുള്ളവനായിരിക്കണം, കർത്താവായ യേശുക്രിസ്തുവിനെ പോലെ. മൂന്നാമത് പറയുന്നത്, നീ മോഹിക്കരുത്. നീ മോഹിക്കരുത്. സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവൻ എല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി എന്നാണ്. നോക്കൂ, മോഹിക്കരുതെന്നും വ്യഭിചാരം ചെയ്യുന്നെന്നും കൽപ്പനയിലുണ്ട്. എന്നാൽ നമ്മൾ ആരെയും നോക്കി, പക്ഷേ ദുഷ്ടലാക്കോടുകൂടി മറ്റൊരാളെ നോക്കിയാൽ പോലും അതെന്താണ്? പാപമായിട്ടാണ് കാണുന്നത്. പോത്തിഫറിന്റെ വീട്ടിൽ യോസേഫിനുണ്ടായ അനുഭവം നമ്മുടെ ചരിത്രമാണ്. വളരെ യൗവനപ്രായത്തിൽ തനിക്കുണ്ടായ അനുഭവത്തിൽ നിന്നും യോസേഫ് എന്ത് ചെയ്തു? ഓടി രക്ഷപ്പെട്ടു. ആ ഒരു ഭാഗം പറയുന്നത്, യോസേഫ് തന്നോട് തന്നെ മാത്രമല്ല, അത് ഒരുപക്ഷെ യോസേഫ് ആ പ്രലോഭനത്തിൽ വീണുപോയിരുന്നു എങ്കിൽ യോസേഫ് തന്നോട് തന്നെ മാത്രമായിരുന്നില്ല പാപം ചെയ്യുന്നത്, മറിച്ച്
ദൈവത്തോടു കൂടിയായിരുന്നു പാപം ചെയ്യുന്നത്. അങ്ങനെ ചെയ്തു പോയിരുന്നെങ്കിൽ, ആ പൊത്തിഫറിന്റെ ഭാര്യയുടെ പ്രലോഭനത്തിൽ വീണു പോയിരുന്നെങ്കിൽ, യോസേഫ് തന്നോട് മാത്രമല്ല തന്നെ സൃഷ്ടിച്ച ദൈവത്തോടു കൂടെയാണ് യോസേഫ് എന്ത് ചെയ്തു? പാപം ചെയ്യുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്തില്ല? യോസേഫ് പാപം ചെയ്തില്ല. എന്നാൽ മറിച്ച് ദാവീദിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ബത്ശേബയെ മോഹിക്കുകയും ഊരിയാവിനെ കൊല്ലുകയും ചെയ്തതിലൂടെ ദാവീദ് തന്നോടും ദൈവത്തോടും എന്ത് ചെയ്തു? പാപം ചെയ്തു. നമുക്ക് മോഹം മനുഷ്യനെ എവിടെ കൊണ്ടെത്തിക്കുന്നതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, നേരത്തെ പറഞ്ഞത് എന്ത് ചെയ്യുന്ന പ്രലോഭനങ്ങളിൽ വീണു പോകരുത് എന്ന് പറഞ്ഞത്. ദാവീദ് പ്രലോഭനങ്ങളിൽ വീണു പോയപ്പോൾ ദാവീദ് ആരായിരുന്നു? ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട, ദൈവത്തിന്റെ അഭിഷക്തരാൽ അഭിഷേകം ചെയ്യപ്പെട്ട രാജാവാണ്, ഇസ്രായേലിന്റെ രണ്ടാമത്തെ രാജാവായിരുന്നു ദാവീദ്. ആ ദാവീദാണ് ദൈവത്തിന്റെ ആരാധനാ കാര്യങ്ങളിൽ പങ്കെടുക്കുന്ന ദാവീദ്, ദൈവത്തിന് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദാവീദ്. ആ ദാവീദാണ് പ്രലോഭനങ്ങളിൽ വീണു പോയത്. അപ്പോഴും അയാൾ എന്ത് ചെയ്യുന്നു? രാജകാര്യങ്ങളിൽ ഇസ്രായേലിന്റെ രാജാവ് തന്നെ ആയിരുന്നു. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, ദൈവത്തിന്റെ ആലയത്തിൽ നിങ്ങൾ ശുശ്രൂഷക്കാരായിരിക്കാം, ദൈവത്തിന്റെ ആലയത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കാം, ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി മുൻപന്തിയിൽ നിൽക്കുന്നവരായിരിക്കാം, പ്രസംഗിക്കുന്നവരായിരിക്കാം, പൊതുയോഗങ്ങളിൽ പോകുന്നവരായിരിക്കാം, പരസ്യയോഗങ്ങളിൽ പോകുന്നവരായിരിക്കാം, കുടുംബ പ്രാർത്ഥനകൾ നടത്തുന്നവരായിരിക്കാം, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരിക്കാം. പക്ഷേ നീ പ്രലോഭനങ്ങളിൽ പെട്ട് നിൽക്കരുത്, നാശമാണ്. ഇവിടെയും പറയുന്നതാണ്, നീ എന്ത് ചെയ്തത്? സ്ത്രീയെ അനാവശ്യമായി നോക്കിയാൽ പോലും അതെന്താണ്? സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം എന്ത് ചെയ്യുന്നു? അവൾ ഹൃദയം കൊണ്ട് അവളോട് പാവം ചെയ്തു പോയി. അപ്പം ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുന്ന കുറേക്കണം. നാലാമത്തെ എന്താ പറയുന്നത്? നിങ്ങളെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിപ്പിൻ. അല്ലേ? ശത്രുക്കളെ സ്നേഹിപ്പിൻ, ഉപദ്രവിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥന. അത് കർത്താവ് യേശുക്രിസ്തു തന്നെ പറഞ്ഞു, നിങ്ങളെ പോലെ നിങ്ങൾ എന്ത് ചെയ്യും? അയൽക്കാരനെ സ്നേഹിക്കുക. നമുക്ക് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളാണ്. നമുക്ക് ശത്രുക്കളെ സ്നേഹിക്കാൻ കഴിയുന്നില്ല പലപ്പോഴും, അല്ലേ? സങ്കീർത്തനങ്ങൾ 13 പറയുന്നത്, എത്രത്തോളം എൻ്റെ ശത്രുത എൻ്റെ മേൽ ജയം കൂടി, എത്രത്തോളം? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. എത്രത്തോളം ഞാൻ ഇനി സഹിക്കണം? എത്രത്തോളം ഞാൻ ഇനി ക്ഷമിക്കണം? ഇതാണ് നമ്മുടെ ചോദ്യം പലപ്പോഴും, അല്ലേ? എന്താണ്? എൻ്റെ ശത്രു എൻ്റെ മേൽ ജയം കൊണ്ടിരിക്കുന്നു, അവനിതാ നല്ല വീട് കിട്ടി, അവന് നല്ല കാറ് കിട്ടി, ദൈവമേ ഞാൻ എത്രത്തോളം? ദൈവം പറയുന്നതാണ്, ഇതിന് ശത്രുക്കളെ നമ്മൾ സ്നേഹിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അത് ഏറ്റവും നല്ല പ്രാർത്ഥന കർത്താവായ യേശുക്രിസ്തു നടത്തി, അല്ലെ? ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാതെ ഇവരോട് ക്ഷമിക്കണമേ. പിന്നീട് മറ്റൊരു കുറേ വ്യക്തികളുണ്ടെങ്കിൽ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത് സ്തെഫാനോസ്, അല്ലേ? അപ്പൊ നോക്കൂ, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മെ കുറ്റം പറയുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ സഭയിലായിക്കോട്ടെ, സമൂഹത്തിലായിക്കോട്ടെ, നാം ജോലി ചെയ്യുന്ന സ്ഥലത്തായിക്കോട്ടെ, ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഒരുപാട് പ്രയാസങ്ങളും പിന്നെ എന്താണ് പരിഹാസങ്ങൾ, അല്ലെങ്കിൽ പിന്നെ എന്താണ്, നമുക്ക് പലപ്പോഴും മറ്റുള്ളവരോട് നമ്മെക്കുറിച്ച് മോശമായി എങ്ങനെയെങ്കിലും പറഞ്ഞ് ധരിപ്പിക്കാൻ വേണ്ടിയൊക്കെ ഒരുപാട് പേര് കാണും. നാം എന്താ ചെയ്യുന്നത്? നാം അവരോട് പ്രതികാരത്തിന് പോകാൻ കഴിയുമോ? നമുക്ക് നാം ദൈവത്തോട് പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത്. അവർക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണം. അപ്പോൾ നാം ശത്രുക്കളെ നമുക്ക് സ്നേഹിക്കണം, നമ്മെ ഉപദ്രവിക്കുന്നവർക്ക് നമ്മൾ പ്രാർത്ഥിക്കണം. മറ്റൊരു ഭാഗം പറയുന്നത്, നീ എന്ത് ചെയ്യരുത്? നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിനോ എന്ത് ചെയ്യും? നീ ആരെയും വിധിക്കരുത്. അതാണ് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ നാം എല്ലാം നല്ല വിധികർത്താക്കളാണ്. നമ്മളെല്ലാവരും നല്ല വിധികർത്താക്കളാണ്. എൻ്റെ സഹോദരൻ, എൻ്റെ സഭയിലുള്ള സഹോദരൻ, അല്ലെങ്കിൽ എൻ്റെ ഒരു പുരോഹിതൻ, എൻ്റെ ഒരു നേതാവ്, അല്ലെങ്കിൽ ആരെങ്കിലും ആയിക്കോട്ടെ, ഒരു പാപം ചെയ്തു പോയാൽ, അല്ലെങ്കിൽ തെറ്റ് ചെയ്തു പോയാൽ നാം എന്ത് ചെയ്യുന്നു? സകല നിയമങ്ങളും വെച്ച് എന്ത് ചെയ്യുന്നു? അയാളെ വിധിക്കുകയാണ്. അയാളെ വിധിക്കുകയാണ് ചെയ്യുന്നത്. ദൈവം പറയുന്നത്, നീ ആരാണ് വിധിപ്പാൻ? നീ ആരാണ്? എൻ്റെ ദാസനെ. ഒരുപക്ഷെ നമ്മുടെ കാഴ്ചപ്പാടിൽ അദ്ദേഹം ദൈവത്തിന്റെ ദാസനായിരിക്കുകയില്ല. നമ്മുടെ കാൽക്കുലേഷൻസിൽ, അല്ലെങ്കിൽ എൻ്റെ ഒരു സങ്കല്പങ്ങളിലോ, അല്ലെങ്കിൽ എൻ്റെ ചിന്തയിലോ അദ്ദേഹം ദൈവത്തിന്റെ ദാസനായിരിക്കില്ല. പക്ഷെ അദ്ദേഹവും ദൈവവുമായുള്ള ബന്ധം എന്താണെന്ന് എനിക്കറിയാൻ കഴിയില്ല. ദൈവം ചോദിക്കുന്നത്, എൻ്റെ ദാസനെ വിധിപ്പാൻ നീ ആർ? ഇന്ന് നാം ഏറ്റവും അധികം അടിമപ്പെട്ടു പോകുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്, നാം വിധികർത്താക്കളാണ് മറ്റുള്ളവരുടെ. നാം ദൈവത്തിന്റെ ആലയത്തിൽ വരുന്നത് മറ്റൊരാളുടെ കുറ്റം കണ്ടുപിടിക്കുവാനോ, മറ്റൊരാളെ കുറ്റം പറയുവാനോ,
അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ കുറ്റം മൂന്നാമതൊരാളോട് പറയുവാൻ വേണ്ടിയാണ്. നാം വിധികർത്താക്കളാണ്. ദൈവം പറയുന്നത്, നീ വിധിക്കരുത്, എന്ത് ചെയ്യും? നീയും വിധിക്കപ്പെടും. അതുകൊണ്ടാണ് ചെറിയൊരു ബൈബിളിലെ വിശുദ്ധ വേദപുസ്തകത്തിലെ ഒരു ഭാഗം നമുക്കറിയാം. ദാവീദിനെ കൊല്ലുവാൻ വേണ്ടി ശൗൽ അലഞ്ഞു നടക്കുന്ന സമയത്ത് ക്ഷീണിതനായി ശൗൽ ഒരു ഗുഹയിൽ ചെന്ന് കിടന്നുറങ്ങുന്നു. ഇത് ദാവീദിന്റെ ശിഷ്യൻ കാണുകയും ദാവീദിനോട് പറയുന്നു, നോക്കൂ, നിന്നെ കൊല്ലുവാൻ വന്നിരിക്കുന്ന ശൗൽ ദോ കിടന്നുറങ്ങുന്നു, നീ ഒരു വാക്കൊന്ന് പറ, അതാ ഈ വാൾ ഉപയോഗിച്ച് അവനെ വെട്ടിക്കൊല്ലുക. ദാവീദ് പറഞ്ഞത്, അവൻ ദൈവത്താൽ അഭിഷിക്തൻ, അതുകൊണ്ട് എന്ത് ചെയ്യില്ല, ഞാൻ അവനെ ഒന്നും ചെയ്യില്ല. പക്ഷേ നീ എനിക്ക് കൊല്ലുവാൻ പാകത്തിൽ നീ എൻ്റെ അടുത്തുണ്ടായിരുന്നു എന്ന് കാണിക്കുവാൻ വേണ്ടി അവന്റെ വസ്ത്രത്തിന്റെ ഒരു ഭാഗം വെട്ടിയെടുത്തു ദാവീദ് കൊണ്ടുപോയി. ദാവീദിന് വേണമെങ്കിൽ കൊല്ലാമായിരുന്നു, അതൊരു വിധി നടത്തില്ല. പക്ഷേ ദാവീദ് എന്താ പറഞ്ഞത്? അവൻ ദൈവത്താൽ അഭിഷക്തൻ. അതുകൊണ്ട് നാം എല്ലാവരും പാപികളാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ അടുത്ത് മറിയെ കൊണ്ടുവന്നപ്പോൾ എന്താ പറഞ്ഞത്? വിധിപ്പാനാ കൊണ്ടുവന്നത്. എല്ലാ വിധികർത്താക്കളായിരുന്നു കൊണ്ടുവന്നേക്കാൻ. അവർ തന്നെ പറഞ്ഞു, ഇല്ല, അവർ തന്നെ വിധിയും പറഞ്ഞു, അവർ തന്നെ കുറ്റവും പറഞ്ഞു, ശിക്ഷയും പറഞ്ഞു. ഇവിടെ കല്ലെറിഞ്ഞ് കൊല്ലണം, ഇതാണല്ലോ ന്യായം. അവർ നിയമങ്ങളും പറഞ്ഞു, അതിന്റെ ശിക്ഷയും പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തു എന്താ പറഞ്ഞത്? നിങ്ങളിൽ പാപമില്ലാത്തവർ ആദ്യം എന്ത് ചെയ്യണം? കല്ലെറി, പിന്നെ നമ്മളെ ബാക്കിയുള്ള കാര്യം തീരുമാനിക്കാം. നിങ്ങളിൽ പാപമില്ലാത്തവർ ആദ്യം നിങ്ങൾ കല്ലെറിയൂ. എന്തുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു അങ്ങനെ പറഞ്ഞു? മറിയെ ഒരു 5 തെറ്റിനായിരിക്കും പിടിച്ചോണ്ടത്. ഈ കൊണ്ടുവന്ന ആൾക്കാര് 15 തെറ്റ് ചെയ്തവരാണ്. നോക്കൂ. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, ഞാനൊരു പക്ഷേ മോഷ്ടിക്കില്ലായിരിക്കാം, ഞാൻ പക്ഷേ ഈ പറഞ്ഞ മോഹത്തിന് അടിമപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അതുകൊണ്ട് ഞാൻ അത് മറച്ചു വെച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? മോഷ്ടിക്കുന്നവനെ എല്ലാവരുടെയും മുൻപ് വെച്ച് പരസ്യമായി അധിക്ഷേപിക്കുകയും പരസ്യമായി ക്രൂശിക്കുകയും ചെയ്ത് നല്ല ഒരു വിധികർത്താവായി സംതൃപ്തിയോടുകൂടി എന്തെയും ജീവിക്കും. ഇതാണ് മനുഷ്യന്റെ പ്രകൃതം. നാം അങ്ങനെ ആയിപ്പോകരുത്. നാം വിധികർത്താക്കളാകരുത്. അയാൾ ചെയ്യുന്നതിന്റെ പ്രതിഫലം എന്ത് ചെയ്യും? അദ്ദേഹത്തിന്. നിങ്ങൾ വിധിക്കരുത്, നിങ്ങൾ എന്ത് ചെയ്യും? വിധിക്കപ്പെടും. അതാണ് പറയുന്നത്. പിന്നെ പറയുന്നതാണ്, ഞാനൊന്ന് സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. നാം സഹോദരന്മാരോട് കോപിക്കുക. അപ്പൊ ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ തകർക്കുന്ന ചില കാര്യങ്ങളാണ് ഈ ചൊവ്വാഴ്ച ഭാഗത്തിൽ പറയുന്നത്. കോപിക്കരുത്, മോഹിക്കരുത്, കപടഭക്തക്കാർ ചെയ്യുന്നത് പോലെ നീ വിളിച്ചു കൂവി നടക്കരുത്. പിന്നെ നീ നിൽക്കുന്നവൻ, നീ സമർത്ഥനാണ് എന്ന് തോന്നുന്നെങ്കിൽ എന്ത് ചെയ്യണം? നീ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളണം. ഇങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങൾ. നീ വിധിക്കരുത്, അല്ലേ? പിന്നെ സഹോദരനെ കോപിക്കരുത്, ഇതൊക്കെ പറയുന്നത് ഇത് ഈ കാരണങ്ങളൊക്കെ, അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ എന്നെയും നിങ്ങളെയും ദൈവത്തിൽ നിന്നും അകറ്റുന്നതാണ് എന്ന കാര്യം ഓർത്തുകൊള്ളണം. പാപം നമ്മളുടെ ഇടയിൽ കടന്നു വന്നുകൊണ്ട് നമ്മളിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യും. പലപ്പോഴും നാം പറയുന്നതാണ്, ഈ പാപം സാത്താനായിരിക്കും പലപ്പോഴും നമ്മുടെ കാര്യങ്ങൾ നമ്മളെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? ഞാൻ നല്ലതിനാണ് അത് പറഞ്ഞത്. പല കാര്യങ്ങളും മറ്റുള്ള ആളെ മോശമായി ചിത്രീകരിച്ചിട്ട് അവരെ വിധിച്ചിട്ട് ഞാൻ എന്താ പറയുന്നത്? ഞാൻ നന്മയ്ക്ക് വേണ്ടിയാണ് പറഞ്ഞത്. നന്മയ്ക്ക് വേണ്ടി പറയാൻ ദൈവം വിശുദ്ധ വേദത്തിലും കാര്യങ്ങളുണ്ട്. നീ നന്മയ്ക്ക് വേണ്ടി ഒരാളോട് പറയുന്നുവെങ്കിൽ അദ്ദേഹത്തിന് മുറിവേൽക്കാത്ത രീതിയിൽ അദ്ദേഹത്തിന് ഒന്നിന് സംസാരിക്കണം. അദ്ദേഹത്തിന്റെ തെറ്റ് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിക്കൊള്ളൂ. പക്ഷെ വിധിക്കരുത്. നീ കോപിക്കരുത് സഹോദരനോട്, നീ മോഹിക്കരുത്. നീ എന്ത് ചെയ്യുന്നു? എല്ലാവരുടെയും മുൻപിൽ വെച്ച് ഞാൻ സമർത്ഥനാണെന്ന് വിളിച്ചു കൂവുകയും ചെയ്യരുത്. നീ സമർത്ഥനാണ് എന്ന് നിനക്ക് തന്നെ തോന്നുകയും ചെയ്യരുത്. അങ്ങനെയാണ് എങ്കിൽ എന്ത് ചെയ്യും? പാപം നമ്മെ വിട്ടകന്നു പോകും എന്നാണ് തിങ്കളാഴ്ച ഭാഗത്തിൽ പറഞ്ഞത്. ചൊവ്വാഴ്ച ഭാഗം കൽപ്പന. ഏറ്റവും വളരെ സുപരിചിതമായ ഒരു കാര്യമാണ് കൽപ്പന. ഇവിടെ പറഞ്ഞത് എന്താണ് പാപം എന്ന് ചോദിച്ചാൽ കൽപ്പന ലംഘനമാണ് പാപം. അപ്പോ ദൈവം നമുക്ക് കൽപ്പന തന്നു. പാപത്തെ നിർവചിക്കുന്നതും കൽപ്പന തന്നെയാണ്. ഇന്ന കാര്യം ചെയ്യാൻ പാടില്ല, അത് ചെയ്താൽ കൽപ്പന. നീ മോഹിക്കരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, മാതാപിതാക്കളെ ബഹുമാനിക്കരുത്, ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ ലംഘിച്ചാൽ അതിന്റെ അർത്ഥം കൽപ്പനയാണ്. അപ്പൊ കൽപ്പന നീങ്ങിപ്പോയി എന്നാണ് പഠിപ്പിക്കുന്നതെങ്കിൽ, എന്നാണ് വിശ്വസിക്കുന്നതെങ്കിൽ അതിന്റെ അർത്ഥം പിന്നെ എങ്ങനെ പാപം നിർവചിക്കപ്പെടും? എങ്ങനെയാണ് പാപം നിർവചിക്കപ്പെടുക? എന്താണ് പാപം അതെന്ന് ചോദിച്ചാൽ കൽപ്പന ലംഘനമാണ് പാപം. അപ്പൊ കൽപ്പന അവിടെ വേണം, അല്ലെ? നമുക്കറിയാം, നമ്മുടെ കോടതികളിലൊക്കെ ശിക്ഷ വിധിക്കുമ്പോൾ നീതി സംഹിതയുടെ ഇത്ര നമ്പർ നീതി സംഹിത പ്രകാരം, ആർട്ടിക്കിൾ പ്രകാരം എന്ന് പറഞ്ഞാണ് വിധിക്കുക. അപ്പൊ അവിടെ ആ സാധനം ഉണ്ട്, ആ ആർട്ടിക്കിൾ അവിടെ ഉണ്ട്, അല്ലെങ്കിൽ ആ നിയമം അവിടെ ഉണ്ട്, എങ്കിലല്ലേ അതിന്റെ ലംഘനമാകുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കൽപ്പന എന്ന് പറയുന്ന കൽപ്പനയുടെ ലംഘനമാണ് പാപം. അപ്പൊ കൽപ്പന അവിടെ ഉണ്ട്, നീങ്ങിപ്പോയില്ല. എന്നാൽ കൽപ്പന എന്താണ് എന്ന് ചോദിച്ചാൽ അത് എന്താണ് പറയുന്നത്?
പാപം എന്താണ് എന്ന് കാണിച്ചു തരുന്ന ഒരു കണ്ണാടിയാണ് കൽപ്പന. നമ്മളൊരു മിറർ ഒരു കണ്ണാടിയെ നോക്കുന്ന സമയത്ത് നമ്മുടെ മുഖത്ത് എവിടെയെങ്കിലും അഴുക്കുണ്ടെങ്കിൽ ആ അഴുക്ക് എന്ത് ചെയ്യും? ആ അഴുക്ക് നിന്റെ മുഖത്ത് അഴുക്കുണ്ടെന്ന് എന്ത് ചെയ്യും? ആ കണ്ണാടി കാണിച്ചു. ഒരിക്കലും ആ കണ്ണാടി വന്ന് നമ്മുടെ മുഖം എന്ത് ചെയ്ത് വൃത്തിയാക്കുക. അത് വേണമെങ്കിൽ നമ്മൾ വൃത്തിയായിക്കൊള്ളാം. ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. ഇതാണ് കൽപ്പന. എന്താണ് പാപമെന്ന് പറഞ്ഞു തരും കൽപ്പന. നമ്മുടെ മുഖത്തൊരു ഞാൻ പറഞ്ഞ കണ്ണാടി നോക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു പാടെന്തെങ്കിലും ഉണ്ടെങ്കിൽ നിന്റെ മുഖത്ത് ഇന്ന സ്ഥലത്ത് പാടുണ്ട് എന്ന് കാണിച്ച് നമ്മെ ബോധ്യപ്പെടുത്തുന്നതാണ് കൽപ്പന. അപ്പൊ ആ കൽപ്പനയ്ക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ആ കണ്ണാടിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആ മുഖത്തെ പാടുകളെ മാറ്റാൻ കഴിയുകയില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തില് സ്വഭാവത്തിൽ ഇന്ന കാര്യങ്ങൾ കൊണ്ടുവരണം, നടപ്പിലാക്കണം എന്ന് പറയുന്നതാണ് കൽപ്പന. ഇവിടെ പറയുന്നേ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞതാണ്. അപ്പോൾ ആ കൽപ്പനയെ കുറിച്ച് കർത്താവ് യേശുക്രിസ്തു പറഞ്ഞത് ഈ ദൈവത്തിന്റെ സ്വന്തം വിരലുകളാൽ എഴുതിയതാണ് കൽപ്പനകൾ. എത്രമാത്രം പ്രാധാന്യം അതിനോട് നമ്മൾ മനസ്സിലാക്കണം. നാം പലപ്പോഴും പറഞ്ഞു പോണത് എന്താണ്? പിന്നെ വിഗ്രഹത്തെ ഉണ്ടാക്കരുത്, മോഹിക്കരുത്, പക്ഷെ അത് ദൈവത്തിന്റെ സ്വന്തം വിരലുകൾ കൊണ്ട് അത്രമാത്രം പ്രാധാന്യത്വം. അല്ലെങ്കിൽ ദൈവത്തിന് വേണമെങ്കിൽ ഉണ്ടാകട്ടെ എന്ന് പറയാമായിരുന്നു കൽപ്പനകൾ. അങ്ങനെ പറഞ്ഞില്ലല്ലോ ദൈവം. ദൈവത്തിന്റെ ജനം തന്നോടൊപ്പം ഉണ്ടായിരിക്കണമെന്നും പാപത്തിന് അടിമപ്പെട്ടു പോകാൻ പാടില്ല എന്നും അവർ പാപം എന്താണ് എന്ന് അറിയണമെന്നുള്ളത് കൊണ്ട് സ്വന്തം വിരലുകൾ കൊണ്ട് എഴുതിയാണ്. അത്രമാത്രം പ്രാധാന്യമാണ് അതിനുള്ളത്. ആ പ്രാധാന്യത്തോടു കൂടി കർത്താവായ ദൈവം അത്രമാത്രം പ്രാധാന്യത്തോട് കൂടിക്കൊണ്ട് സ്വന്തം കൈവിരലുകൾ കൊണ്ട് എഴുതിയ കൽപ്പനയാണ് നമുക്ക് തന്നേക്കുന്നത്. അപ്പം അതിന് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് കർത്താവ് യേശുക്രിസ്തു പറഞ്ഞതാണ്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും സ്നേഹിക്കണം. പിന്നെ 2 എന്താണ്? നിന്നെ പോലെ നിന്റെ കൂട്ടുകാരനെ സ്നേഹിക്കുകയും വേണം. ഇവയിലൊന്നും കർത്താവ് യേശുക്രിസ്തു പറഞ്ഞതാണ്. നമ്മുടെ കൽപ്പനകൾ 10 കൽപ്പനകളുണ്ട്. ആദ്യത്തെ 4 നമ്മൾ എപ്പോഴും പറയും ദൈവവുമായിട്ടുള്ള ബന്ധം. നാം ദൈവത്തെ നമ്മുടെ പൂർണ്ണ ഹൃദയത്തോടെ എങ്ങനെ സ്നേഹിക്കണമെന്ന് പറയുന്നത്. ബാക്കി 6 എന്ന് പറയുന്നത് നമ്മുടെ സഹോദരനോ കൂട്ടുകാരനോ അല്ലെങ്കിൽ അയൽക്കാരനോ മാതാപിതാക്കളെ എങ്ങനെ സ്നേഹിക്കണം എന്നുള്ളതാണ്. അപ്പം കർത്താവ് യേശുക്രിസ്തു ഇത് പറഞ്ഞിട്ട് എന്താ പറഞ്ഞത്? ഈ 2 കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. കൽപ്പന മാറിപ്പോയിട്ടില്ല. ആദ്യത്തെ 4 ദൈവവുമായിട്ടുള്ള ബന്ധത്തെയും ബാക്കി 6 മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തെയും കാണിക്കുന്നു. ഇത് തന്നെയാണ് 10 കൽപ്പനകൾ പറയുന്നത്. അപ്പോൾ ഈ 10 കൽപ്പനകളിൽ കർത്താവ് യേശുക്രിസ്തു രണ്ടാക്കി 2 ഭാഗമായി പറയുമ്പോൾ ചില ആൾക്കാർ പറയുന്നു ഇത് മാറിപ്പോയി ഇല്ല, ഇതിലെല്ലാം ഉണ്ട് എന്ന് കർത്താവ് യേശുക്രിസ്തു തന്നെ പറയുന്നുണ്ട്. അടുത്ത് പറഞ്ഞത് ദൈവം സീനായ് പർവ്വതത്തിൽ വെച്ച് ഇസ്രായേലിന്റെ ഇന്നത്തെ നമ്മളും പറഞ്ഞത് ബന്ധങ്ങളെ കുറിച്ചാണ്. കൽപ്പന എന്തിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ ബന്ധങ്ങളെ കുറിച്ചാണ്. ആദ്യത്തെ 4 ദൈവവുമായിട്ടുള്ള മനുഷ്യന്റെ ബന്ധത്തെക്കുറിച്ച്. പിന്നീട് എന്ത് ചെയ്യുന്നു? മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച്. ഈ കൽപ്പന പലപ്പോഴും നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യം, ഈ കൽപ്പന നമുക്ക് പാലിക്കാൻ പ്രയാസമാണ്. സാത്താൻ നമ്മുടെ മനസ്സിൽ ചിന്ത കൊണ്ടുവരുന്നുണ്ട്. ഇത് പാലിക്കാൻ പ്രയാസമാണ് ഈ കൽപ്പനകൾ, ഒരിക്കലും മനുഷ്യനത് പാലിക്കാൻ പറ്റില്ല എന്നാണ് സാത്താൻ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരുന്നത്. പക്ഷേ കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ മനുഷ്യനായി വന്നു. കർത്താവായ യേശുക്രിസ്തു അത് പാലിച്ച് നമുക്ക് കാണിച്ചു തന്നു. അപ്പൊ പിന്നെ പറയാൻ പറ്റില്ലല്ലോ. അത് ഒരുപക്ഷെ കർത്താവായ യേശുക്രിസ്തു ദൈവമായിട്ടാണ് ഈ ഭൂമിയിൽ വന്നിരുന്നു എങ്കിൽ, ദൈവമായിട്ട് വരികയും ഈ കൽപ്പനകൾ പ്രമാണിക്കാൻ പറ്റുമെന്ന് ലോകത്തോട് പറഞ്ഞിരുന്നുവെങ്കിൽ സാത്താൻ പറയുമായിരുന്നു അത് ദൈവം എന്ന അവസ്ഥയിലായിരുന്നു കൊണ്ടാണ്. പക്ഷെ മറിച്ചാണ് വന്നത്. കർത്താവായ യേശുക്രിസ്തു സാധാ മനുഷ്യനായി വന്നു, ഈ ഭൂമിയിൽ വന്നു, കൽപ്പന പ്രമാണിച്ചു, അത് കാണിച്ചു കൊടുത്തു, ലോകത്തോട് പറഞ്ഞു നിങ്ങൾക്കും ഇത് പാലിക്കാൻ പറ്റുമെന്ന്. അപ്പൊ സാത്താനെ പറയാൻ പറ്റില്ലല്ലോ മറിച്ചാണെന്ന്. ദൈവം അത് കാണിച്ചു. സാത്താൻ കൊണ്ടുവരുന്നത് കൽപ്പന എന്താണ്? വലിയ പാടാണ്, മനുഷ്യര് അത് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നു. എന്നാൽ ദൈവം പറയുന്നത് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും. നാം ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നത്. അപ്പൊ കൽപ്പന എന്ന് പറയുന്നത് ഒരു കണ്ണാടി പോലെയാണ്. എന്താണ് പാപമെന്ന് കാണിച്ചു തരും നമുക്ക്. കൽപ്പന ഒരിക്കലും നമ്മുടെ പാപത്തെ മാറ്റുന്നില്ല, മറിച്ച് എന്താണ് പാപമെന്ന് കാണിച്ചു തരും. കൽപ്പന എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്വഭാവത്തെ കാണിക്കുന്നതോടൊപ്പം തന്നെ നാം ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ദൈവത്തിന്റെ ഇഷ്ടത്തെയാണ് കാണിക്കുന്നത്. കൽപ്പന പാലിക്കാൻ പ്രയാസമാണ് എന്ന് സാത്താൻ നമ്മോട് പറയുമ്പോൾ ദൈവം പറയുന്നത് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും. നാം ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിലായിരിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ പാഠഭാഗം നമ്മെ അതിനായി സഹായിക്കുമാറാകട്ടെ. ബുധനാഴ്ച ഭാഗം പറഞ്ഞത് ന്യായപ്രമാണവും സുവിശേഷവും. ഇവിടെ പറഞ്ഞത് ന്യായപ്രമാണവുമായുള്ള അവൻ തന്റെ ബന്ധം എന്തായെന്ന് യേശു തന്നെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ദൈവത്തിന്റെ ന്യായപ്രമാണം അവിടുത്തെ സ്വഭാവത്തെക്കുറിച്ചും
തനിക്ക് എന്താണ് പ്രധാനമെന്നും നമ്മോട് പറയുന്നു. അപ്പം ദൈവത്തിന്റെ ന്യായപ്രമാണം എന്താണെന്ന് വെച്ചാൽ ദൈവത്തിന്റെ ന്യായപ്രമാണം ദൈവത്തിന്റെ സ്വഭാവത്തെ കാണിക്കുന്നു. മനുഷ്യർ എപ്രകാരം പ്രവർത്തിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു എന്നും കാണിച്ചു തന്നു. നാം ദൈവത്തിലാണ് വസിക്കുന്നതെങ്കിൽ ന്യായപ്രമാണം നമ്മുടെ ഉള്ളിലുണ്ടാകും. നാം ന്യായപ്രമാണം പിന്നെ അനുസരിക്കും. നാം ദൈവത്തിലല്ല വളരുന്നത് എങ്കിൽ ന്യായപ്രമാണം നമ്മൾ കാണുകയില്ല. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകൾ നിങ്ങൾ പ്രമാണിക്കും. നാം ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ ഇപ്പം സ്വാഭാവികമായി നമുക്കറിയാം, നാം നമ്മുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ പറയുന്നത് ചെയ്യുന്നു. അത് സ്നേഹം കൊണ്ട് ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് എന്ത് തോന്നും? ഞാൻ പറയുന്ന കാര്യം അവർ ചെയ്യുന്നു. ദൈവവും അങ്ങനെ തന്നെയാണ്. നാം ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ അതിൽ സ്നേഹമില്ല, അനുസരണമില്ല. മറിച്ച് നാം ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ നാം സ്നേഹത്തിലൂടെ തന്നെ ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കും എന്നാണ് പറയുന്നത്. അവന്റെ ന്യായപ്രമാണത്തെ പ്രമാണിക്കും എന്നാണ് പറയുന്നത്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ ന്യായപ്രമാണത്തെ എന്ത് ചെയ്യും? പ്രമാണിക്കും. അപ്പൊ ഇവിടെ സുവിശേഷം ന്യായപ്രമാണമായി എങ്ങനെയാണ് കൈകോർത്തു പോകുന്നത്? നാം ശ്രദ്ധിക്കേണ്ട കാര്യം, ന്യായപ്രമാണം ഒരിക്കലും ക്ഷമിക്കുന്നില്ല. ന്യായപ്രമാണം ഒരിക്കലും ആരെയും നീതീകരിക്കുന്നില്ല. ന്യായപ്രമാണം ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? കല്ലെറിയുന്നില്ല. പിന്നെ നേരെ മറിച്ച് നാം എന്തുകൊണ്ട് ക്ഷമിക്കണം, എന്തുകൊണ്ട് നീതീകരിക്കപ്പെടണം, എന്തുകൊണ്ട് പ്രായശ്ചിത്തം ആവശ്യമാണ് എന്നിവ ചൂണ്ടിക്കാണിക്കുന്നത്. ന്യായപ്രമാണം ചെയ്യുന്നത് എന്താണ്? നമ്മെ ജഡ്ജ് ചെയ്യുന്നത്, അല്ലേ? കുറ്റം വിധിക്കുകയാണ് ചെയ്യുന്നത്. ന്യായപ്രമാണം എന്താണ് ന്യായപ്രമാണത്തിന് സുവിശേഷം തമ്മിൽ ബന്ധമെന്ന് ചോദിച്ചാൽ, ന്യായപ്രമാണത്തിന്റെ ദൗത്യം എന്താണ്? ന്യായപ്രമാണം നാം ചെയ്യുന്ന ഒന്നും ക്ഷമിച്ചു തരുന്നില്ല. നാം നമ്മോട് നമ്മെ നീതീകരിക്കുന്നില്ല. നമുക്ക് മറ്റു കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ന്യായപ്രമാണം ആകെ ചെയ്യുന്നത് ഇത് തെറ്റാണ്, ഇത് തെറ്റാണ് എന്നിങ്ങനെ വിധിക്കുക മാത്രമാണ് ചെയ്യുന്നത്. എന്നാൽ സുവിശേഷത്തിന്റെ കേന്ദ്ര ബിന്ദുവായ കർത്താവായ യേശു ക്രിസ്തു എന്ത് ചെയ്യുന്നു? നമുക്ക് വേണ്ടി മരിച്ചതിലൂടെ നമുക്ക് എന്ത് ചെയ്യുന്നു? ഇതെല്ലാം ക്ഷമിച്ചു തന്നിരിക്കുന്നു. ന്യായപ്രമാണത്തിന് അത് കഴിഞ്ഞിട്ടില്ല. ന്യായപ്രമാണത്തിന് നമ്മോട് ക്ഷമിക്കാൻ കഴിഞ്ഞിട്ടില്ല. നാം നിയമപരമായി ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്നു എങ്കിൽ കുറ്റക്കാരാണ്. ന്യായപ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നീതീകരിക്കപ്പെടുവാൻ വേണ്ടി ദൈവത്തിന്റെ മുൻപിൽ നിൽക്കുന്നെങ്കിൽ കുറ്റക്കാരാണ്. കാരണം ആ ന്യായപ്രമാണം വെച്ച് ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾ കുറ്റങ്ങളെ ഉള്ളൂ. എന്നാൽ അവിടെയാണ് സുവിശേഷത്തിന്റെ പ്രസക്തി എന്ന് പറയുന്നത്. സുവിശേഷത്തിന്റെ കേന്ദ്ര ബിന്ദുവായ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് എനിക്കും നിങ്ങൾക്കും വേണ്ടി മരിച്ചപ്പോൾ എന്ത് ചെയ്തു? നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയും നീതീകരിക്കപ്പെടുകയും ചെയ്തു എന്നാണ്. അതുകൊണ്ട് ന്യായപ്രമാണം വേണ്ടെന്നല്ല. ന്യായപ്രമാണം മുഖാന്തരം കുറ്റം വിധിക്കപ്പെട്ടവരായ നമ്മുടെ പാപങ്ങൾ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വന്ന് നമുക്ക് വേണ്ടി മരിച്ചു, ഉയർത്തെഴുന്നേറ്റതിലൂടെ എന്ത് ചെയ്തു? മോചിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ ന്യായപ്രമാണത്തെക്കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ, ന്യായപ്രമാണം പലരും ന്യായപ്രമാണത്തെ തള്ളിക്കളഞ്ഞിരിക്കുന്ന ഏക കാരണം ന്യായപ്രമാണം കൊണ്ട് ഉപയോഗമില്ലല്ലോ, ന്യായപ്രമാണം കൊണ്ട് നിങ്ങൾ നീതീകരിക്കപ്പെടുന്നോ? ഇല്ല. നിങ്ങൾ രക്ഷിക്കപ്പെടുന്നോ? ഇല്ല. അത് ശരി തന്നെയാണ്. പക്ഷേ ന്യായപ്രമാണം എന്ത് കാണിക്കുന്നു? നമ്മെ പാവം എന്താണെന്ന് കാണിച്ചു തരുന്നു. ന്യായപ്രമാണത്തിന്റെ കീഴിലായിരുന്നെങ്കിൽ നാം കുറ്റക്കാരായിരുന്നു. അങ്ങനെ കുറ്റക്കാരായിരുന്നു നമ്മെ എന്ത് ചെയ്യുന്നു? ആ ന്യായപ്രമാണം പറഞ്ഞതായ ശിക്ഷയിലൂടെ എന്ത് ചെയ്തു? മറ്റൊരാളെ ഏറ്റുവാങ്ങി നമ്മെ എന്ത് ചെയ്തു? രക്ഷിച്ചു. ആ ബോധം നമ്മുടെ മനസ്സിലാക്കണം. അതാണ് സുവിശേഷത്തിന്റെ പ്രസക്തി. അതാണ് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തത്. ഈ അന്ത്യകാലത്ത് നാം ഓരോരുത്തരും അത് മറന്നു പോകരുത് എന്നുള്ളതാണ് ഈ പാഠഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. വേദത്തിന്റെ ഭാഗം പറയുമ്പോൾ അറിയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഇവിടെ പറഞ്ഞത് എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവർ ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നു. ഇവിടെ പറഞ്ഞത് ചുമ്മാ ദൈവത്തെ വിളിച്ച് ചില ആൾക്കാർ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ദൈവത്തിന്റെ ഒരു ഇഷ്ടവും ചെയ്യുകയില്ല. അവർ ദൈവമേ ദൈവമേ യേശുവേ കർത്താവേ കർത്താവേ എന്ന് വിളിക്കും. പക്ഷേ ദൈവത്തെ അവർ ശരിക്കും അറിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ദൈവത്തിന്റെ സ്വഭാവം എന്താണെന്ന് അവർക്ക് അറിയാമെന്ന് ചോദിച്ചാൽ ഇല്ല. ദൈവത്തിന്റെ സ്വഭാവം അവർ പാലിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ദൈവത്തിന്റെ കൽപ്പനകൾ അവർ പ്രമാണിക്കുമെന്ന് ചോദിച്ചാൽ ഇല്ല. ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം പറഞ്ഞ അങ്ങനെയല്ല. എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്. അല്ലെ, ഇവരാരും കിടക്കില്ല. വെറുതെ ദൈവത്തെ വിളിച്ചുകൊണ്ടിരുന്നാൽ, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാതെ, ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിക്കാതെ ദൈവമേ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ടിരുന്നാൽ നീയില്ല, സ്വർഗരാജ്യത്തിൽ കിടക്കുകയില്ല. പിതാവിന്റെ ഇഷ്ടം ചെയ്യണം. എന്താണ് പിതാവിന്റെ ഇഷ്ടം? തൻ്റെ കൈ വിരലുകൾ കൊണ്ട് എന്ത് ചെയ്തു? എഴുതി തന്നിട്ടുണ്ട്. നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്ന കാര്യങ്ങൾ ചെയ്യരുത്. അതാണ് പിതാവിന്റെ ഇഷ്ടം. നാം ദൈവത്തെ സ്നേഹിക്കുന്നു എങ്കിൽ അതാണ് പിന്നെ യോഹന്നാൻ പറയുന്നത്, ഏകസത്യമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. അതാണ് യോഹന്നാൻ പറഞ്ഞു. നോക്കൂ,
ഏകസത്യമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. അപ്പൊ നാം പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ഒക്കെ നാം അറിയുന്നു. ദൈവത്തെ നാം എന്ത് ചെയ്യുന്നു? അറിയുന്നു. ദൈവത്തിന്റെ കൽപ്പനകൾ നാം അറിയുന്നു. ദൈവത്തിന്റെ ഇഷ്ടം നാം ചെയ്യുന്നു. ഇതാണ് പറയുന്നത്. അതാണ് നിത്യജീവൻ. അല്ലാതെ ദൈവമേ ദൈവമേ എന്ന് വിളിക്കുന്നത് മാത്രമല്ല. നാം ദൈവത്തോട് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയും ദൈവത്തിന്റെ ഇഷ്ടത്തെ നാം ചെയ്യുകയും ചെയ്യുന്നു എങ്കിൽ നമുക്ക് ദൈവത്തോടുള്ള സ്നേഹം എത്രമാത്രമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ നാം ദൈവത്തെ വിളിക്കുകയും ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാതിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ സ്നേഹം കപടമാണ് എന്നുള്ളതാണ്. ഇവിടെ ദൈവം പറയുന്നത് അതാണ് പറഞ്ഞത്. എന്നെ അറിയണം നീ, എന്നിട്ട് എന്ത് ചെയ്യാവൂ? നീ എന്നെ അറിയുകയും ഞാൻ പറയുന്നത് അനുസരിക്കുകയും വേണം എന്ന് പറയും. അപ്പൊ ഇവിടെ പറയുന്നത് അന്ത്യകാലത്ത് നാം ദൈവത്തിന്റെ ദൂതുകൾ ശ്രവിക്കുമ്പോൾ, ദൈവത്തിന്റെ വാക്കുകൾ അനുസരിക്കുമ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ദൈവത്തിന് വെല്ലുവിളികളൊന്നും മാറിപ്പോകുന്നില്ല. മറിച്ച് നമ്മുടെ ഹൃദയം തുറക്കുകയും ദൈവത്തെ സ്വീകരിക്കുകയും ചെയ്യും. വെല്ലുവിളികളും പീഡനങ്ങളും ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതൊന്നും മാറിപ്പോകാൻ വേണ്ടിയല്ല നമ്മൾ ചെയ്യുന്നത്. പക്ഷേ നാം അതിനേക്ക് അതിജീവിക്കാൻ സ്വർഗസ്ഥനായ ദൈവം നമുക്ക് എന്ത് ചെയ്യും? ശക്തി തരും, ബലം തരും. കർത്താവായ യേശുക്രിസ്തു ഗെത്സമനിൽ ചെയ്തതുപോലെ നാം ദൈവത്തോടൊപ്പം സമയം ചെലവഴിക്കുവാൻ ഈ നിമിഷം മുതൽ, ഇത് കേൾക്കുന്ന നിമിഷം മുതൽ തീരുമാനിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടാകുകയും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജനതയായി മാറുവാൻ കഴിയുകയും ചെയ്തു എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പാഠഭാഗം ശ്രവിച്ചതിന് നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്തയേശുവിൻ നാമത്തിൽ നന്ദി രേഖപ്പെടുത്തും. പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവ് കൂടെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന കർത്താവായ ദൈവമേ, ഈ സമയത്തിനെ സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ വചനവുമായി നിൽക്കുവാൻ അങ്ങനെ തന്ന വലിയ കൃപയോർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവെ ദൈവമേ, ഈ മനോഹരമായ പാഠം ഞങ്ങൾക്ക് തന്നെ സ്തോത്രം ചെയ്യുന്നു. പാപത്തിൽ നിന്നും അകന്ന് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണേ. പാപത്തെ പാപമായി കാണുവാനുള്ള ഒരു ബോധവും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു. ഇത് കേൾക്കുകയും കാണുകയും ചെയ്യുന്ന മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണം. അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, അവരുടെ ദൈവമേ ആത്മീകപരമായ ജീവിതത്തിൽ, സാമൂഹിക ജീവിതത്തിൽ, അവരുടെ കുടുംബങ്ങളിലൊക്കെയും ഇതിൻ്റെ അനുഗ്രഹം പ്രതിഫലിക്കുവാൻ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ദൈവമേ, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന IDN TV ടീമിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ട നിർദ്ദേശം നൽകുന്ന, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ദാസ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കർത്താവെ അവരെ അനുഗ്രഹിക്കണം. ദീർഘായുസ്സും സമാധാനവും ആരോഗ്യവും സന്തോഷവും കൂടെ നിറയ്ക്കണമെന്ന് അപേക്ഷിക്കുന്നു. അതുപോലെ തന്നെ അടിയനിന്റെ ഭാഗമാകാൻ തന്ന വലിയ കൃപയത്തെ സ്തോത്രം ചെയ്യുന്നു. നിഗളിച്ചു പോകാതെ, അഹങ്കരിച്ചു പോകാതെ, ഏറ്റവും താഴ്മയോടുകൂടി അങ്ങയുടെ വേലയുടെ ഭാഗത്ത് നിൽക്കുവാൻ അടിയനെയും അടിയന്റെ കുടുംബത്തെയും സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാ നന്മകൾക്കും നന്ദി പറയുന്നു കർത്താവെ. ഒരിക്കൽ കൂടി കാണുകയും കേൾക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വീണ്ടും ഞങ്ങൾ കണ്ടുമുട്ടുവോളം ദൈവത്തിന്റെ ദിവ്യ കൃപയാൽ നിങ്ങൾ ഓരോരുത്തരെയും കാത്തുകൊള്ളണമെന്ന് അപേക്ഷിക്കുന്നു. സകലവും അങ്ങയുടെ നാമമഹത്വത്തിനായി തന്നെ.